സെക്ഷൻ 2. എന്തോ സെക്ഷൻ 2ന്റെ പേര്? സെക്ഷൻ 2ന്റെ പേര് സെക്ഷൻ 2ന്റെ പേര് ടു ആംഗിൾസ്. ഓക്കെ, പേന താത്ത് വെച്ച് എല്ലാവരും ബോർഡിലേക്ക് ശ്രദ്ധിച്ചിരിക്കും. ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രമേ എവിടോട്ട് വിവരങ്ങൾ എഴുതാവൂ? എവിടോട്ട് വിവരങ്ങൾ എഴുതാവൂ? ഹലോ, എവിടോട്ട് വിവരങ്ങൾ എഴുതാവൂ? പേപ്പറിനകത്തോടെ ശ്രദ്ധിച്ചിരിക്കും. ഞാനൊരു 3 ട്രയാങ്കിൾ ബോർഡിൽ വരയ്ക്കാൻ പോവാം. എത്ര ട്രയാങ്കിൾ ആണ്? 3 ട്രയാങ്കിൾ. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ബോർഡിൽ എത്ര ട്രയാങ്കിൾ വരച്ചു? എത്ര ട്രയാങ്കിൾ വരച്ചു? ഈ 3 ട്രയാങ്കിളിലും എന്തൊക്കെ വിവരങ്ങൾ തന്നിട്ടുണ്ടോ നിങ്ങൾ നോക്കിക്കേ. ഒന്നാമത്തെ ട്രയാങ്കിളിൽ താഴത്തെ വശത്തിന്റെ നീളം 6, രണ്ടാമത്തേനകത്ത് 4, മൂന്നാമത്തേനകത്ത് ഈ 6 സെന്റിമീറ്റർ വശത്തിന്റെ പുറത്ത് വരുന്ന 2 ആംഗിളുകൾ എത്രയൊക്കെയാണ്? 40ഉം 60. ഇവിടെ എത്ര? 40ഉം 60. അവിടെ എത്ര? അപ്പോ ഈ ഫിഗറിനകത്ത് നിങ്ങൾ നോക്കിയാൽ ഇതിനകത്തിലെ 2 ആംഗിളുകൾ ഈക്വലാ എല്ലാത്തിനകത്തും. 40, 60, 40, 60, 40, 60. അങ്ങനെയാണെങ്കിൽ ഇതിൽ അവശേഷിക്കുന്ന മൂന്നാമത്തെ ആംഗിൾ എന്ത് വരും നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഈ പടത്തിലെ എല്ലാം തേർഡ് ആംഗിൾ, മൂന്നാമത്തെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? കഴിഞ്ഞ ദിവസം പഠിച്ചത് 180 ഡിഗ്രി മൈനസ് 40 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി ഈക്വൽ 180 ഡിഗ്രി മൈനസ് 40 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി 100 ഡിഗ്രി. 180 മൈനസ് 100 ഡിഗ്രി ഈക്വൽ. ഈ ട്രയാങ്കിളുകളിലെല്ലാം മൂന്നാമത്തെ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? എത്ര ഡിഗ്രിയാണ്? ഞാനൊരു കാര്യം പറയട്ടെ, ഈ 3 ട്രയാങ്കിളിലെയും ആംഗിളുകളെല്ലാം സെയിം ആണ്. ശരിയല്ലേ? 40, 60, 80, 40, 60, 80, 40, 60, 80. പക്ഷെ സൈഡ് എങ്ങനെയാന്ന് നോക്കിയോ? 3ന്റെ സൈഡ് ഒരുപോലാണോ? 3ന്റെ സൈഡ് ഒരുപോലാണോ? 3ന്റെ ആംഗിൾ സെയിം ആണ്, പക്ഷെ 3ന്റെ സൈഡ് എങ്ങനല്ല? എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ അല്ലെങ്കിൽ 2-3 ട്രയാങ്കിൾ നമ്മൾ എടുത്തിട്ട് അതിലെ ആംഗിൾ ഒക്കെ സെയിം ആണ്, പക്ഷെ അതുകൊണ്ട് എന്ത് സെയിം ആകണമെന്നില്ല? സൈഡ് സെയിം ആകണമെന്ന് ഇല്ല. ഒന്നുകൂടെ, ഈ വരച്ച 3 പടത്തിലും 2 ആംഗിളുകൾ 40, 60, 40, 60, 40, 60 വെച്ചാൽ നമ്മൾ മൂന്നാമത്തെ ആംഗിൾ എത്രയെന്ന് കണ്ടുപിടിച്ചു? 80 എന്ന് കണ്ടുപിടിച്ചു. എത്ര കണ്ടുപിടിച്ചു? പക്ഷെ ഫിഗർ നോക്കിക്കേ, ഒന്നാമത്തെ ട്രയാങ്കിൾ വലുത്, രണ്ടാമത്തെ അതിനേക്കാൾ ചെറുത്, മൂന്നാമത്തെ അതിനേക്കാൾ ചെറുത്. പക്ഷെ ആംഗിൾ എല്ലാം എങ്ങനെയാണ്? സെയിം ആണ്, പക്ഷെ സൈഡ് എങ്ങനെയാണ്? ഡിഫറന്റ് ആണ്. അപ്പൊ സൈഡ് ഒരുപോലെ ആയതുകൊണ്ട് ആംഗിൾ ഒരുപോലെ ആംഗിൾ ഒരുപോലെ ആയതുകൊണ്ട് സൈഡ് ഒരുപോലെ വരണോ നിർബന്ധമുണ്ടോ? ഇല്ല. വരച്ചാട്ടെ, റഫായിട്ട് വരച്ചാൽ. പേന കൊണ്ട് ഇപ്പോൾ വരയ്ക്കുമ്പോൾ പേന കൊണ്ട് റഫായി വരച്ചാൽ മതി. ഇപ്പോൾ വരയ്ക്കുമ്പോൾ പേന കൊണ്ട് റഫായി വരച്ചാൽ മതി. ഇപ്പോ വരയ്ക്കുമ്പോ പേന കൊണ്ട് റഫായി വരച്ചാൽ മതി. വരച്ചോ?
പടം മാത്രമേ വരയ്ക്കുക, അവന് താരത്തെ ഒന്നും എഴുതരുത്. പടം മാത്രം വരയ്ക്കുക, പടത്തിലുള്ളത് മാത്രം അടയാളപ്പെടുത്തുക. കഴിഞ്ഞോ? ഹലോ, കഴിഞ്ഞോ? ആ ആ എന്നിട്ട് ഈ തേർഡ് ആംഗിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ 3 സ്റ്റെപ്പ് എഴുതിക്കുകയും, തേർഡ് ആംഗിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ 3 സ്റ്റെപ്പ് അങ്ങോട്ട് എഴുതുക. ഒന്നുമില്ല, അർത്ഥം വരിക. തേർഡ് ആംഗിൾ ഈക്വൽ 180 ഡിഗ്രി മൈനസ് 40 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി. അയ്യോ, ഹലോ, അയ്യോ, കഴിയും. വേണ്ടേ? അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു നോട്ടുണ്ട്. പുസ്തകത്തിലെ പേജ് നമ്പർ 20 ഒന്നെടുത്തേ. 20 വേണ്ടേ? ഈവൻ ഇഫ് ദി ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ഈസ് സെയിം ആസ് ദി ആംഗിൾസ് ഓഫ് അനദർ ട്രയാങ്കിൾ, ദ ലെങ്ത് ഓഫ് ദെയർ സൈഡ്സ് മേ നോട്ട് ബി ദി സെയിം. കണ്ടോ? അണ്ടർലൈൻ ചെയ്യുക. പുസ്തകത്തിൽ അണ്ടർലൈൻ ചെയ്യുക. കണ്ടോ? പുസ്തകം കണ്ടോ? പേജ് നമ്പർ 20 കിടക്കുന്ന സംഗതി കണ്ടോ? അവിടെ നോട്ട് 1 എന്ന് കൊടുക്കാം. നോട്ട് 1 ഇവിടോട്ട് നോട്ട് 1 എന്ന് കൊടുക്കാം. കൊടുത്തോ? നോട്ട് 1 എന്ന് കൊടുത്തോ? നിങ്ങളുടെ ഈ തേർഡ് ആംഗിൾ എന്ന് എഴുതിയതിന്റെ താഴോട്ട് എഴുതുക. പേജ് നമ്പർ 20 നോട്ട് 1 എഴുതുക. പേജ് നമ്പർ 20 നോട്ട് 1 എഴുതുക. പേജ് നമ്പർ 20 നോട്ട് 1 എഴുതുക. വീട്ടിൽ ചെന്ന് നോട്ട്ബുക്ക് എഴുതുമ്പോൾ അങ്ങനെയല്ല എഴുതി വെക്കേണ്ടത്. അതിന് പകരം എന്ത് എഴുതണം? നോട്ട് 1 അവിടെ എഴുതി വെക്കണം. നോട്ട് 1 എന്തോന്ന് വായിച്ച എല്ലാരും നോട്ട്ബുക്കിലോട്ട്. ഇപ്പൊ എഴുതണ്ട, വീട്ടിൽ ചെന്ന് എഴുതുമ്പോ തേർഡ് ആംഗിൾ കഴിഞ്ഞതിന് ശേഷം ഈ നോട്ട് പുസ്തകത്തിൽ നോക്കി എങ്ങോട്ട് എഴുതണം? ബുക്കിനകത്തോട്ട് എഴുതണം. കാര്യം പഠിക്കട്ടെ, എഴുതാം. ഇത് ക്വസ്റ്റ്യൻ ഒരു കാര്യം പറയുവാ നമ്മൾ. ഇത് വായിച്ച നോട്ട്. ഈവൻ ഇഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് സെയിം ആസ് ദി ആംഗിൾസ് ഓഫ് അനദർ ട്രയാങ്കിൾ. നോക്കാം, ഈ പടത്തിൽ നോക്കിയാൽ ഒന്നാമത്തെ ട്രയാങ്കിളിലെയും രണ്ടാമത്തെ ട്രയാങ്കിളിലെയും മൂന്നാമത്തെ ട്രയാങ്കിളിലെയും ആംഗിളുകളെല്ലാം എന്താണ്? സെയിം ആണ്. ബാക്കി വായിച്ചാട്ടെ. ദ ലെങ്ത് ഓഫ് ദെയർ സൈഡ്സ് മേ നോട്ട് ബി ദ സെയിം. ആംഗിൾ സെയിം ആയി എന്നതുകൊണ്ട് എന്താ സെയിം ആകണമെന്നില്ല. സൈഡ് സെയിം ആകണമെന്ന് ഇല്ല. അപ്പൊ എന്ത് സെയിം ആയതുകൊണ്ട്? ആംഗിൾ സെയിം ആയതുകൊണ്ട് എന്ത് സെയിം ആകണമെന്നില്ല? സൈഡ് സെയിം ആകണമെന്ന് ഇല്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒന്നുകൂടെ പറഞ്ഞേ. രണ്ടോ അതിലധികമോ ട്രയാങ്കിളുകളിലെ ആംഗിളുകൾ സെയിം ആയി എന്നതുകൊണ്ട് സൈഡ് എന്താകണമെന്നില്ല? സെയിം ആകണമെന്ന് ഇല്ല. ഓൾ സ്റ്റാൻഡ് പത്രം ഒന്ന് വായിച്ചു നോക്കി. ഇനി ഞാൻ ബോർഡ് വരച്ചിട്ടേക്കുന്ന അടുത്ത 3 ഫിഗറുകൾ കണ്ടോ നിങ്ങൾ? അതും കഴിഞ്ഞ ഫിഗറിലെ പോലെ തന്നെ 3 ട്രയാങ്കിൾ അല്ലേ? എന്നാൽ അവിടെ ഇല്ലാതിരുന്ന ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. ആർക്കെങ്കിലും പറയാമോ? കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. കഴിഞ്ഞതിനകത്തിലെ നമ്മൾ വരച്ച ട്രയാങ്കിളിന്റെ സൈഡ് ഒരിടത്ത് 6, ഒരിടത്ത് 4, ഒരിടത്ത് 3 ആയിരുന്നു. ഇവിടെ എങ്ങനെയാണ്? 4, 4, 4. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ 3 ട്രയാങ്കിളിലെയും അല്ലല്ല, ഒരു സൈഡ് എല്ലായിടത്തും എത്രയാണ്? 4 ആണ്. അടുത്ത് നിന്നുള്ള വ്യത്യാസം പിടി കിട്ടിയല്ലോ. ഇനി നോക്കിക്കേ, ഒന്നാമത്തെ പടത്തിൽ
4 സെന്റിമീറ്റർ നീളമുള്ള വശത്തിന്റെ ഒരറ്റത്ത് 60, ഒരറ്റത്ത് 40. രണ്ടാമത്തെ പടത്തിൽ അതേ 4 സെന്റിമീറ്റർ നീളമുള്ള വരയുടെ ഒരറ്റത്ത് 60, മറ്റേ അറ്റത്ത് 40. ഈ പടത്തിലും അതേ 4 സെന്റിമീറ്റർ നീളമുള്ള വരയുടെ ഒരറ്റത്ത് 60, ഒരറ്റത്ത് 40. അപ്പൊ പൊതുവെ പറഞ്ഞാൽ ഈ 3 പടത്തിലും ഒരു സൈഡും, ഹരി ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, ഒരു സൈഡും ആ സൈഡിന്റെ അറ്റത്ത് വരുന്ന 2 ആംഗിളുകളും എങ്ങനെയാണ്? സെയിം ആണ്. ഒരു സൈഡും ആ സൈഡിന്റെ 2 അറ്റത്ത് വരുന്ന ആംഗിളുകളും എങ്ങനെയാണ്? അത്രയും കാര്യം കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനാണെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നു, വേണ്ടേ, പുസ്തകത്തിലെ പേജ് നമ്പർ 21 കണ്ടോ? പുസ്തകത്തിലെ പേജ് നമ്പർ 21 കണ്ടോ? വായിച്ചാട്ടെ. അവിടെ നോട്ട് കിടക്കുന്നുണ്ടോ? വായിക്കേ. If in 2 triangles, the length of one side and the 2 angles at its ends are the same, then their third angles and the length of the other 2 sides are also the same. നോക്കാം, 2 അതിലധികമോ ട്രയാങ്കിളുകളിലെ ഒരു സൈഡും ആ സൈഡിന്റെ 2 അറ്റത്ത് വരുന്ന ആംഗിളുകളും എങ്ങനായാൽ സെയിം ആയ. അടുത്ത കാര്യം, ഈ എല്ലാ പടത്തിലും ഇനി ഓരോ ആംഗിളൂടെ വരാനില്ലേ? അപ്പോഴല്ലേ മൊത്തം 3 ആംഗിൾ ആകുന്നത്. അപ്പോൾ ആ 3ാമത്തെ ആംഗിളും എങ്ങനാകും? 3ാമത്തെ ആംഗിൾ എങ്ങനെയാകും? ഈക്വൽ ആകും, അല്ലെ സെയിം ആകും. 3ാമത്തെ ആംഗിൾ എങ്ങനാകും? സെയിം ആകും. മാത്രവുമല്ല, ഈ 3 ഫിഗറിൽ ഒരു സൈഡിന്റെ ലെങ്ത് അല്ലേ തന്നിട്ടുള്ളൂ, ബാക്കി 2 സൈഡുകൾക്കും ലെങ്ത് ഉണ്ടാവുമല്ലോ. ആ 2 സൈഡുകളും ഈ ബാക്കിയുള്ള ട്രയാങ്കിളുകളിലെ ഇനിയുള്ള 2 സൈഡുകൾ കാണുമല്ലോ, അവരുമായിട്ട് എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. എങ്ങനായിരിക്കും? ഒന്ന് വായിച്ച നോട്ട്. ഇഫ് ഇൻ 2 triangles the length of one side and the 2 angles at its ends are the same, then their third angles and the length of the other 2 sides are also the same. രണ്ടാമത്തെ ഇവിടെ കിട്ടിയല്ലോ. ശരി, അപ്പൊ ഈ പടം അങ്ങോട്ട് വരച്ചാട്ടെ. അല്ലല്ല, ആദ്യം പടം വരയ്ക്കാം. അപ്പൊ ഞാൻ എന്റെ ബോർഡിൽ 2 ട്രയാങ്കിൾ പുതിയതായിട്ട് വരച്ചിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, വരയ്ക്കാൻ പറഞ്ഞില്ല. 2 ട്രയാങ്കിൾ പുതിയതായിട്ട് വരച്ചിട്ടുണ്ട്. എന്താണ് ആ ട്രയാങ്കിളിന്റെ പ്രത്യേകത? നിങ്ങൾ നോക്കി പറഞ്ഞു. ഒരു സൈഡ് 4 സെന്റിമീറ്റർ, ഇവിടത്തെ ഒരു സൈഡ് 4 സെന്റിമീറ്റർ. ഈ 4 സെന്റിമീറ്റർ നീളമുള്ള വരയുടെ ഒരറ്റത്ത് അടുത്ത പടത്തിൽ എത്ര ഡിഗ്രി? 40. ഇവിടെ എത്ര ഡിഗ്രി? 60. ഇവിടെ വന്നപ്പോഴോ 40, ഇവിടെ 40 തന്നെയായിട്ട് നിൽക്കുന്നു. പക്ഷെ ഇവിടുത്തെ 60-ന് പകരം ഇവിടെ വന്നപ്പോ 80. വ്യത്യാസം മനസ്സിലായല്ലോ. 2ഇടത്തെയും താഴത്തെ സൈഡ്, ബോട്ടം സൈഡ് 4 സെന്റിമീറ്റർ ആണ്. ആ 4 സെന്റിമീറ്റർ നീളമുള്ള വരയുടെ ഇടത്തെ അറ്റത്ത് 40, ഇവിടെയും ഇടത്തെ അറ്റത്ത് 40. ഇവിടെ വലത്തെ അറ്റത്ത് 60, ഇവിടെ വലത്തെ അറ്റത്ത് 80. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതിലെ 3ാമത്തെ ആംഗിള്, നമ്മളിപ്പോ ഇതിലെ 3ാമത്തെ ആംഗിൾ കണ്ടുപിടിച്ച് എത്ര കിട്ടും? 60ഉം 40 കൂട്ടിയാൽ 100. 150 100 കുറച്ചാൽ 80. അപ്പൊ അവിടുത്തെ മിച്ചമുള്ള ആംഗിള് 80. ഇവിടുത്തേത് 8 4 12 120. എത്ര വന്നു? ഇവിടുത്തെ മിച്ചമുള്ള ആംഗിള് 60. 2ഇടത്തെ ആംഗിൾ എങ്ങനായി? ആംഗിള് 40 60 80. 40 80 60 ആംഗിൾ എങ്ങനായി? സെയിം ആയി. പക്ഷെ ഈ 2 ട്രയാങ്കിളുകൾ ഈക്വൽ ആവൂ? ഇല്ല. എന്തുകൊണ്ട്? അല്ല,
ഈ 4 സെന്റിമീറ്റർ നീളമുള്ള വരയുടെ ഒരറ്റത്ത് 40 ഈ അറ്റത്ത് 60 ആണെങ്കിൽ അപ്പുറത്ത് എത്ര തന്നെ വരണം? 40 60 തന്നെ വരണം. അല്ലാതെ 4 40 രണ്ടിടത്തും അതുപോലെ തന്നെ നിർത്തിയിട്ട് ഒരിടത്തെ 60 പകരം രണ്ടാമത്തെ പടത്തിൽ എത്ര വന്നാൽ 80 വന്നാൽ ഈ രണ്ട് ട്രയാങ്കിളുകളും എന്താകില്ല? ഈക്വൽ ആകില്ല. കാര്യം ഇവിടെ കിട്ടിയ സംഗതി വരച്ചാട്ടെ. വേണോട്ട പടത്തിന്റെ താഴെ എഴുതേണ്ട വിവരം ഹിയർ ബോത്ത് ട്രയാങ്കിൾസ് ഹാവ് ദ സെയിം ആംഗിൾസ്. ഹാവ് the same angles. Have the same and the length of the length എഴുതിയിട്ട് lengths of the bottom sides and the length of the bottom sides എഴുതിയോ are also equal. Full stop. However എന്ന വാക്കിന്റെ അർത്ഥം എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും the other two sides do not have the same length. However, the other two sides do not have the same length. length. ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ പേജ് നമ്പർ 22 ഒരു നോട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. In two triangles, even if all the angles and one side are the same, the other two sides may not be the same. കണ്ടോ അതിന് നോട്ട് 3 എന്ന് കൊടുക്കുക. കൊടുത്തോ? എഴുതാൻ. അപ്പൊ അവിടെ താഴെ എഴുതിയിട്ട് പുസ്തകത്തിലെ പേജ് നമ്പർ 22 നോട്ട് 3 എഴുതുക. പുസ്തകത്തിലെ പേജ് നമ്പർ 22 നോട്ട് 3 എഴുതുക. അപ്പൊ നമുക്ക് ആ 3 നോട്ട് ഒന്നുകൂടെ പറയാം. നമ്മൾ ആദ്യം പഠിച്ച ഫിഗറിൽ എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? 3 ട്രയാങ്കിളിലും ഓരോ സൈഡ് ഡിഫറൻ്റ് ആണ്. പക്ഷെ അതിന്റെ പുറത്ത് വരുന്ന ആംഗിൾ അല്ല. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിച്ചപ്പോൾ മൂന്നാമത്തെ ആംഗിൾ എല്ലാത്തിലും സെയിം ആയിരിക്കും. പക്ഷേ ആ ട്രയാങ്കിളുകൾ എങ്ങനല്ല? സെയിം അല്ല. അതിന്റെ സൈഡുകൾ എന്താകത്തില്ല. അപ്പൊ ആംഗിൾ സെയിം ആയതുകൊണ്ട് സൈഡ് എന്താകണമെന്നില്ല, സെയിം ആകണമെന്ന് ഇല്ല. ഇനി രണ്ടാമത് നമ്മളെന്താ പഠിച്ചത്? 2 അതിലധികമോ ട്രയാങ്കിളുകളിൽ ഒരു സൈഡും അതിന്റെ രണ്ടറ്റത്തും ഉണ്ടാകുന്ന ആംഗിളുകൾ ഈക്വൽ ആയാൽ ആ ട്രയാങ്കിളുകളെല്ലാം എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. ട്രയാങ്കിൾ എങ്ങനായിരിക്കും? പിന്നെ നമ്മൾ ചെറിയ വ്യത്യാസം വരുത്തി. എന്താ ഇവിടെ വന്നപ്പോൾ വരുത്തിയ വ്യത്യാസം എന്താണ്? സൈഡിന് മാറ്റമൊന്നുമില്ല. 4 4. ഒരറ്റത്തുണ്ടാകുന്ന ആംഗിൾ രണ്ടിടത്തും 40. പക്ഷെ രണ്ടാമത്തെ അറ്റത്തുണ്ടാകുന്ന ആംഗിൾ നമ്മളൊന്ന് ചെറുതായിട്ട് മാറ്റം വരുത്തി. ഒരിടത്ത് 60 ആയപ്പോ ഒരിടത്ത് എത്രയായി? എന്നിട്ട് നമ്മൾ മൂന്നാമത്തെ ആംഗിൾ ഒന്ന് കണ്ടുപിടിച്ചു. അപ്പോ 80 60 തിരിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷെ എന്നാ പോലും ഈ 2 ട്രയാങ്കിളുകളിലെയും സൈഡുകൾ എന്താകത്തില്ല. അപ്പൊ ഇപ്പോഴത്തെ സെക്ഷൻ അനുസരിച്ച് ഈക്വൽ ആകണമെങ്കിൽ എന്താ കണ്ടീഷൻ? ഒരു സൈഡും ആ സൈഡിന്റെ രണ്ടറ്റത്ത് വരുന്ന ആംഗിളുകളും സെയിം ആയാലേ
ആ രണ്ട് ട്രയാങ്കിളുകൾ എന്തായി മാറത്തുള്ളൂ? ഞങ്ങളൊക്കെ പണ്ട് സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇതിനൊരു പേര് പറയുമായിരുന്നു. ഇതിന്റെ പേരാണ് ASA തിയറം എന്ന് പറയും. എന്താ പറയും? ആംഗിൾ സൈഡ് ആംഗിൾ. അതായത് ഒരു ട്രയാങ്കിളിലെ ഒരു സൈഡ്, ആ സൈഡിന്റെ രണ്ടറ്റത്ത് വരുന്ന രണ്ട് ആംഗിളുകൾ മറ്റൊരു ട്രയാങ്കിളിലെ ഒരു സൈഡിനോടും അതിന്റെ രണ്ടറ്റത്തുണ്ടാകുന്ന ആംഗിളുകളോടും ഈക്വൽ ആയാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന രണ്ട് ട്രയാങ്കിളുകൾ എങ്ങനാകും? ഈക്വൽ ആകും. എന്താകും? അപ്പൊ നിങ്ങളുടെ പുസ്തകത്തിൽ ഇപ്പൊ എനിക്കൊന്ന് സൈഡിൽ എങ്ങനെന്തോ ഒരു ചെറിയ സൈഡ് ബോക്സ് പോലെ ഒരു പേജിൽ കൊടുത്തതായിട്ട് ഞാനൊന്ന് ഓർക്കുന്നുണ്ട്. ഈ പേരുകളൊക്കെയാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. ഒരു ട്രയാങ്കിളിലെ ഒരു സൈഡ്, ആ സൈഡിന്റെ രണ്ടറ്റത്തുണ്ടാകുന്ന രണ്ട് ആംഗിളുകൾ, ഇവര് മറ്റൊരു ട്രയാങ്കിളിലെ പറട്ടെ ഒരു സൈഡിനോടും അതിന്റെ രണ്ടറ്റത്തുണ്ടാകുന്ന ആംഗിളുകളോടും സെയിം ആയാൽ, ഈക്വൽ ആയാൽ ആ രണ്ട് ട്രയാങ്കിളുകൾ എങ്ങനായിരിക്കും? ആ രണ്ട് ട്രയാങ്കിളുകൾ എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആ രണ്ട് ട്രയാങ്കിളുകൾ എങ്ങനായിരിക്കും? ബുദ്ധിമുട്ടൊന്നെങ്കിലും ഇല്ല. ഓൾ സ്റ്റാൻഡ് അപ്പ് ഉത്തരം വായിച്ചു നോക്കിക്കേ. എഴുതിയോ? എഴുതിയോ? എന്താ വിളിക്കാന്റെ പേര്? പാരലോഗ്രം. ഈ പാരലോഗ്രത്തിന് മലയാളത്തിൽ പറയുന്ന പേരാണ് സാമാന്തരികം. എന്താ പറയുന്നു? ഇതെങ്ങനെ കിട്ടുന്നു നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നു. നിങ്ങളോട് ശ്രദ്ധിച്ചിരിക്കാൻ ഞാൻ പറഞ്ഞിട്ടിരിക്കാം. നമ്മള് ഇതിനെന്തോ പേര് പറയും? 7ാം ക്ലാസ്സിൽ പഠിച്ചൊരു പാഠമാണ് പാരലൽ ലൈൻസ്. ഇങ്ങനെ പാഠം പഠിച്ചിട്ടുണ്ടോ? പാരലൽ ലൈൻസ്. എന്തുവാ? എന്താണ് ഈ പാരലൽ ലൈൻ എന്ന് പറഞ്ഞ അർത്ഥം? പാരലൽ എന്ന വാക്കിന്റെ അർത്ഥം ഒരിക്കലും കൂട്ടിമുട്ടാത്ത വരകൾക്ക് പറയുന്ന പേരാണ് പാരലൽ ലൈൻസ്. അപ്പൊ ഇത് രണ്ടെണ്ണം രണ്ട് പാരലൽ ലൈൻസ് ആണ്. ഇനി ഇവരെ ഇന്റർസെക്ട് ചെയ്തുകൊണ്ട്, ഇന്റർസെക്ട് ചെയ്യുക, കൂട്ടിമുട്ടുന്ന വിധത്തിൽ മറ്റ് രണ്ട് പാരലൽ ലൈൻ, അപ്പൊ വേണ്ടേ ഇവർക്ക് 4 പേർക്കിടയിൽ ഇതിനകത്തൊരു ഫിഗർ ഉണ്ടായില്ലേ, ഒരു രൂപം ഉണ്ടായില്ലേ? ഈ രൂപത്തിനെ വിളിക്കുന്ന പേരാണ് സ്ക്വയർന്നു പാരലലോഗ്രം. ഇത് വിളിക്കുന്നു. ഇതാണ് നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ ഇപ്പൊ എഴുതിയ നോട്ടിന്റെ താഴത്തെ വരി കണ്ടോ? എ പാരലോഗ്രം ഈസ് ദ ഫിഗർ ഫോംഡ് ബൈ ദി ഇന്റർസെക്ഷൻ ഓഫ് 2 പെയേഴ്സ് ഓഫ് പാരലൽ ലൈൻസ്. കണ്ടോ എല്ലാരും? ഒന്ന് വായിച്ചേ. A parallelogram is the figure formed by the intersection of 2 pairs of parallel lines. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് എല്ലാരും അണ്ടർലൈൻ ചെയ്തോ? ചെയ്തിട്ട് അതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും കിടക്കുന്ന ഫിഗർ കണ്ടോ? അതിലെ ലെഫ്റ്റിലെ ഫിഗർ ആണ് ഞാനിപ്പോ ബോഡി വരച്ചത്. ഇനി ഞാൻ അതിന്റെ നടുക്ക് നിന്നുള്ള ആ ഫിഗർ മാത്രം ഇങ്ങോട്ടൊന്ന് വരയ്ക്കുന്നു. ഈ ഫിഗറിന് പറയുന്ന പേരാണ് എന്ത്? പാരലോഗ്രം. അപ്പോൾ ആ സെന്റൻസും ഈ രണ്ട് പടവും ഒന്ന് വരച്ച് എഴുതിക്കുക എല്ലാരും. ആദ്യം കൊടുത്തേക്കുന്ന സെന്റൻസ് എഴുതുക. അതിനുശേഷം ഈ രണ്ട് പടം ഒന്നുകിൽ ബോർഡിൽ നോക്കി വരയ്ക്കുക, അല്ലെങ്കിൽ പുസ്തകത്തിൽ മിണ്ടുന്നില്ല. എങ്ങനെയാണ് ഒരു പാരലോഗ്രം ഉണ്ടാകുന്നത്? രണ്ട് പാരലൽ ലൈൻ അല്ല, രണ്ട് പെയർ ഓഫ് പാരലൽ ലൈൻ. ഒരു പെയറിനകത്ത് രണ്ട് പാരലൽ ലൈൻ കാണും. അങ്ങനെയുള്ള എത്ര പെയർ? രണ്ടെണ്ണം. ഇത് രണ്ടെണ്ണം ചേരുമ്പോൾ ഒരു പെയർ ഓഫ് പാരലൽ ലൈൻ ആണ്. ഇത് രണ്ടെണ്ണം ചേരുമ്പോൾ മറ്റൊരു പെയർ ഓഫ് പാരലൽ ലൈൻ ആണ്. അവര് 4 പേരും കൂടി ഇന്റർസെക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു പാരലോഗ്രം കിട്ടുന്നത്. എന്ത് കിട്ടുന്നത്? ഇനി ആ പടത്തിന്റെ താഴെ കണ്ടോ? ഇൻ അതർ വേർഡ്സ് അണ്ടർലൈൻ ചെയ്യൂ. വായിച്ചേ. അതർ വേർഡ്സ് എ പാരലോഗ്രം ഈസ് എ ക്വാഡ്രിലാറ്ററൽ വിത്ത് ഈച്ച് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ. അപ്പോൾ ഒരു പാരലോഗ്രത്തിന്റെ ഓരോ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സും എങ്ങനായിരിക്കും?
പാരലായിരിക്കും. ഞാൻ നോക്കാം, ഈ മുകളിലത്തെ സൈഡും ഈ താഴത്തെ സൈഡും വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് അല്ലേ, ഒരു ജോഡി എതിർവശങ്ങളല്ലേ, അവരെങ്ങനെയാണ്? പാരലാണ്. അവരെങ്ങനെയാണ്? ഇനി ഇവർ രണ്ടുപേരും മറ്റൊരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് അല്ലേ, അവരും എങ്ങനെയാണ്? അപ്പൊ ഒന്ന് വായിച്ച സെന്റൻസ്. ഇൻ അതർ വേർഡ്സ് എ പാരലോഗ്രാം ഈസ് എ ക്വാഡ്രിലാറ്ററൽ വിത്ത് ഈച്ച് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ്. എഴുതിയാട്ടെ, പടത്തിന്റെ താഴോട്ട് ആ സെന്റൻസ് എഴുതുക. പടത്തിന്റെ താഴോട്ട് ആ സെന്റൻസ് എഴുതുക. ഒരു പെയറല്ല, രണ്ട് പെയർ ഓഫ് പാരലൽ ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോഴാണ്, കൂട്ടിമുട്ടുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? പാരലൽ ലൈൻ ഉണ്ടാകും. രണ്ടാമത്തെ പ്രത്യേകത നമ്മൾ എന്താ പറഞ്ഞത്? ഒരു പാരലോഗ്രത്തിന്റെ ഈച്ച് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് എങ്ങനെയായിരിക്കും? പാരലൽ ആയിരിക്കും. ഇതൊക്കെ ഞാൻ അടുത്ത ശനിയാഴ്ചത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യും? ചോദിക്കും. എന്നിട്ട് കണക്ക് ചെയ്യാൻ പഠിപ്പിക്കത്തുള്ളൂ. ഇനി ബോർഡിലേക്ക് നോക്കി. ഈ പാരലോഗ്രവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രത്യേകതകൾ പറയാൻ പോവാം. എന്ത് പറയാൻ പോവാണ്? രണ്ട് പ്രത്യേകതകൾ പറയാൻ പോവാണ്. ഈ പ്രത്യേകത പിന്നീട് നിങ്ങൾക്ക് പല പല ക്ലാസ്സുകളിൽ പല പല കണക്കുകൾ പഠിക്കാൻ ആവശ്യമാണ്. ഇത് നിങ്ങൾ നോക്കിക്കേ. ഞാനൊരു പാരലോഗ്രം ഒന്ന് റഫായി വരച്ചു. ഈ പാരലോഗ്രത്തിന് ഞാൻ ABCD എന്ന് പേര് കൊടുത്തു. എന്താ പേര് കൊടുത്തു? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠത്തിന്റെ പേരെന്തോ? ഈക്വൽ ട്രയാങ്കിൾസ്. ഈ പാരലോഗ്രത്തിനകത്ത് നിന്ന് ട്രയാങ്കിൾ കിട്ടാൻ വല്ല മാർഗമുണ്ട്? ഈ പാരലോഗ്രത്തിനകത്ത് നിന്ന് ട്രയാങ്കിൾ കിട്ടാൻ വല്ല മാർഗമുണ്ടോ? അതെ, ഇങ്ങനെ ഒരു വര വരച്ചാൽ അതിന് എന്തോ പേര് പറയും? ഡയഗണൽ എന്ന് പറയും. എന്താ പറയും? ഇപ്പൊ നമ്മൾ AC എന്ന് പറയുന്നത് ഡയഗണൽ വരച്ചു. AC എന്ന് പറയുന്ന അങ്ങനെ ഡയഗണൽ വരച്ചപ്പോ നമുക്ക് എന്തോ കിട്ടി? രണ്ട് ട്രയാങ്കിൾ കിട്ടി. എന്തോ കിട്ടി? രണ്ട് ട്രയാങ്കിൾ കിട്ടി. ഏതൊക്കെയാ രണ്ട് ട്രയാങ്കിൾ? ഏതൊക്കെയാ? ഒന്നിന്റെ പേര് ADC, മറ്റൊന്നിന്റെ പേര് ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഈ രണ്ട് ട്രയാങ്കിൾ കേട്ടിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഉറപ്പാണല്ലോ. നിങ്ങൾ രണ്ടിടത്തെയും പേര് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്ക്, രണ്ടിടത്തെയും ഞാൻ രണ്ടായിട്ട് മുറിച്ചു വെച്ചേക്കുന്ന ആളുകളെ നോക്കിക്ക്. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഒരു പ്രത്യേകത കാണുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ഈ രണ്ട് ട്രയാങ്കിളും ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു പൊതുവായ പ്രത്യേകത കാണാൻ. രണ്ടിടത്തും AC എന്ന് പറയുന്ന സൈഡ് കോമൺ ആണ്. രണ്ടിടത്തും AC എന്ന് പറയുന്ന സൈഡ് എങ്ങനെയാണ്? ഇവിടെയും AC ഉണ്ട്, ഈ പടത്തിൽ AC ഉണ്ട്. ഇത് യഥാർത്ഥത്തിൽ രണ്ട് AC അല്ല. ഈ ഫിഗറിൽ ഒറ്റ AC ഉള്ളൂ. അതിലേക്കൂടെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോ ഇത് രണ്ട് ട്രയാങ്കിൾ ആകുമ്പോ ഈ AC രണ്ടിടത്തും വരുന്നതേ ഉള്ളൂ. ഇപ്പൊ രണ്ട് ട്രയാങ്കിളിലും ആരുണ്ട്? അപ്പൊ AC ഈക്വൽ AC ബ്രാക്കറ്റ് നമ്മൾ എന്ത് എഴുതി വെക്കും? കോമൺ സൈഡ്. എന്താ പറയും? എന്താ പറയും? എന്താ പറയും? അത്രയും കാര്യം ഓക്കെ. ഇനി ഞാൻ ചില വിവരങ്ങൾ പറയും. ആ പറയുന്ന ഉത്തരം ശരിയോ തെറ്റോ എന്ന് പറയണമെങ്കിൽ 7ാം ക്ലാസ്സിലെ ഐഡിയ ആവശ്യം. ഏത് ക്ലാസ്സിലാണ്? 7ാം ക്ലാസ്. ഞാനേ ഈ ആംഗിൾ കണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ ഈ പടത്തിൽ അതിന്റെ പേരെന്തോന്ന് പറഞ്ഞു? CAD. ഈ ആംഗിൾ ഇല്ലയോ? ഉണ്ടോ? ഇതും ഈ ആംഗിൾ ഉണ്ടോ? ഈ ആംഗിൾ ഉണ്ടോ? ഇതിന്റെ പേര് ആംഗിൾ. ഈ ആംഗിളിന്റെ പേര് C എന്ന് പറയും. C മൊത്തത്തിലില്ല. മൊത്തത്തിലില്ലാത്തപ്പോ നമ്മൾ മൂന്ന് AC ഇത് രണ്ടും ഈക്വലാണ്. ഇത് രണ്ടും ഈ ആംഗിൾ പേരെന്താ പറഞ്ഞു? ആംഗിൾ. ഈ അക്ഷരം നടുക്ക് വന്നാ മതി, പിന്നെ ബാക്കി രണ്ടക്ഷരം വെച്ച് പറഞ്ഞാൽ പോരെ. DAC എന്ന് പറയുന്ന ആംഗിളും അപ്പുറത്തെ പടത്തില് ഏതാ? ഇവിടുത്തെ സിയാ ഏതാ?
ഏതാ? ACB. ഈ രണ്ട് ആംഗിളുകളും എങ്ങനായിരിക്കും? ഈക്വൽ. അല്ല, അങ്ങനെ വെറുതെ ഈക്വൽ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കണക്കാണ്. ഈക്വൽ ആകുമ്പോ അതിനെന്തെങ്കിലും കാരണം വേണം. കാരണം അറിയോ? അറിയത്തില്ല. ഈ BC എന്ന് പറയുന്ന സൈഡും ഈ AB എന്ന് പറയുന്ന സൈഡും എങ്ങനാണ്? ഈക്വൽ ആണെന്നോ ഇവർ രണ്ടുപേരും? ഈ പടത്തിൽ ഇവർ രണ്ടുപേരും എങ്ങനെയാന്ന് പറഞ്ഞിട്ടല്ലേ അതെല്ലാം പറഞ്ഞു തുടങ്ങിയത്. അവർ രണ്ടുപേരും എങ്ങനെയാ? പാരലലാണ്. എങ്ങനെയാണ്? അപ്പൊ ഇവർ രണ്ടുപേരും പാരലലാണ്. അപ്പോഴല്ലേ നമ്മൾ AC വരച്ചത്. അപ്പൊ ഈ ACക്ക് ഒരു പേര് പറയും. നിങ്ങൾ ഏഴാം ക്ലാസ്സിൽ പഠിച്ചതാ. ട്രാൻസ്വേഴ്സൽ. രണ്ട് പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്ന പേരാണ് ട്രാൻസ്വേഴ്സൽ. എന്താ പറയുന്നു? അപ്പോഴുണ്ടായ ഈ ആംഗിളും എന്താണ്? ഈക്വല. അതിനെന്താ പേര് പറയും? കൊള്ളാം. ഓൾട്ടർനേറ്റ് ആംഗിൾസ്. എന്താ പറയും? ഓൾട്ടർനേറ്റ്. ഇതേ കാരണം കൊണ്ട് തന്നെ ഇപ്പൊ പറഞ്ഞ അതേ കാരണം കൊണ്ട് തന്നെ ഇനി രണ്ട് ആംഗിളുകൾ കൂടി ഈ പടത്തിൽ ഈക്വൽ ഉണ്ട്. പറയാമോ ഏതാണ്? ഇപ്പൊ പറഞ്ഞ അതേ കാരണം കൊണ്ട് തന്നെ ഈ രണ്ട് ട്രയാംഗിളിലെയും ഓരോ ആംഗിളുകൾ കൂടി ഈക്വൽ ഉണ്ട്. പറയാമോ ഏതാണെന്ന്? വേണ്ടേ? ഈ ആംഗിൾ ഉണ്ടോ? ഇതിന്റെ പേര് പറഞ്ഞേ. ആംഗിൾ ACD. എന്താണ്? ACDയും ഈ പടത്തിലെ ഈ ആംഗിളിന്റെ പേര് പറഞ്ഞു BACയും എങ്ങനെയാണ്? എങ്ങനെ അവർ ഈക്വൽ ആകും? എങ്ങനെയാണ്? ഈ AC എന്ന് പറയുന്ന വര വരച്ചതിന് പകരമായിട്ട് ഈ AC എന്ന് പറയുന്ന വര വരച്ചതിന് പകരമായിട്ട് നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ വരയ്ക്കാം. അല്ല, അപ്പൊ ആ ആംഗിൾ കിട്ടത്തില്ല. അവിടെ ആ ആംഗിൾ അല്ല നമുക്ക് കിട്ടുന്നത്. നമുക്ക് വേണ്ടത് ഈ ആംഗിളല്ലേ? ഈ ആംഗിളും എന്തുകൊണ്ട് ഈക്വൽ ആകുന്നു എന്നാണ് നമുക്ക് വേണ്ട കാരണം. ഈ പടത്തിൽ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഈ സിയിൽ ഉണ്ടായിരിക്കുന്ന ACD എന്ന് പറയുന്ന ആംഗിളും ഈ പടത്തിൽ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന BAD എന്ന് പറയുന്ന ആംഗിളും ഈക്വൽ ആണ്. എന്താണ് ഈക്വൽ ആയതിന്റെ കാരണം? നേരെ ചോദ്യം ശ്രദ്ധിച്ചു. നമ്മുടെ രണ്ടാമത്തെ ആംഗിൾ എന്തുകൊണ്ട് ഈക്വൽ ആയതല്ലേ നമ്മൾ ചോദിച്ചത്. ഓക്കെ, ഈ ABയും ഈ CDയും എങ്ങനെയുള്ള ലൈനാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പാരലൽ ലൈൻസ് എന്നുള്ള ലൈനാണ്. അപ്പോൾ ഈ AC ആരാ? ട്രാൻസ്വേഴ്സൽ. AC ആരാണ്? നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ആംഗിൾ. ഈ ആംഗിൾ പറഞ്ഞ ആംഗിൾ ACD. ഇതല്ലേ ആംഗിൾ ACD. ഇതും രണ്ടാമത്തെ ആംഗിൾ ഏതാ? BAC. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. എന്താ കാരണം? ഈ മുകളിൽ പറഞ്ഞ അതേ കാരണം തന്നെ. ഇവർ രണ്ടുപേരും എങ്ങനെയുള്ള ആംഗിളുകളാണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഇവരെങ്ങനെയുള്ള ആംഗിൾസ് ആണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഇന്ന് നമ്മൾ ഒരു നോട്ട് പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? രണ്ട് ട്രയാംഗിൾ. ആ രണ്ട് ട്രയാംഗിളിലെയും ഒരു സൈഡ് എങ്ങനെയാണ്? ഈക്വൽ ആണ്. ഈ പടത്തിലെ ACയും എങ്ങനെയാണ്? ഈക്വൽ ആണ്. ACയുടെ പുറത്തുണ്ടായിരിക്കുന്ന ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്. അതിന്റെ രണ്ടാമത്തെ അറ്റത്തുണ്ടായിരിക്കുന്ന ഈ സിയും ഈ ആംഗിളും എങ്ങനെയാണ്? ഈക്വൽ. അപ്പോൾ ഈ രണ്ട് ട്രയാംഗിളുകൾ എങ്ങനെയായിരിക്കും?
ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് ട്രയാങ്കിളുകൾ എങ്ങനെ ആയിരിക്കും? അപ്പൊ നമുക്ക് എഴുതി വെക്കാം, ദീസ് ടു ട്രയാങ്കിൾസ് ആർ these two triangles are triangles are ഈ രണ്ട് ട്രയാങ്കിൾ എങ്ങനെ ആയിരിക്കും? അപ്പൊ നമ്മൾ എന്തോ ഒരു നോട്ട് നേരത്തെ പഠിച്ചായിരുന്നല്ലോ, നോട്ട് രണ്ടായിട്ട് എന്തോ മൊത്തം 3 നോട്ട് പഠിച്ചു. ഇതിൽ രണ്ടാമത്തെ നോട്ട് എന്തോ പഠിച്ചത്? അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിള് ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് പടത്തിലെയും മൂന്നാമത്തെ ആംഗിളുകൾ ഏതൊക്കെയാണ്? ആംഗിൾ ബിയും ആംഗിൾ ഡിയും. അതെങ്ങനായിരിക്കും? എങ്ങനായിരിക്കും? ആംഗിൾ ബിയും ആംഗിൾ ഡിയും എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് കൂടാതെ നമ്മളിപ്പോ ഒരു സൈഡിന്റെ കാര്യമല്ലേ പറഞ്ഞുള്ളൂ, ബാക്കി രണ്ട് സൈഡുകൾ എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. ബാക്കി രണ്ട് സൈഡുകൾ എങ്ങനായിരിക്കും? അപ്പൊ ഇത്രയും സംഗതി എഴുതി വന്നു. ഈ ബോർഡിൽ കിടക്കുന്നത് പോലെ ഇത്രയും സംഗതി എഴുതി വരിക. ബോർഡിലേക്ക് നോക്കാം. അപ്പൊ നമ്മൾ അല്പം മുമ്പേ പറഞ്ഞു പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ എങ്ങനെയാണ്, അത് പറഞ്ഞുകൊണ്ടായി തുടങ്ങിയത്. പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ സെക്ഷൻ തുടങ്ങിയത്. പാരലാണ്. എങ്ങനെയാണ്? പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ എങ്ങനെയാണ്? ഇപ്പൊ പറയുന്നു അവർ പാരലാണെന്ന് മാത്രമല്ല, അവർ ഈക്വലും കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ഈ പടത്തിലെ എ ബിയും അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാ? അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് എ ബിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഡി സി, അതും ഈക്വൽ ആണ്. അടുത്തത് എ ഡിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഡി സി എങ്ങനെയാണ്? അപ്പൊ ഒന്നാമത്തെ പ്രത്യേകത, പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ എങ്ങനെയാണ്? ആദ്യം പറഞ്ഞു പാരലാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലായി എങ്ങനെയാണെന്ന്. എങ്ങനെ മനസ്സിലായി? ഈക്വൽ ആണെന്ന്. എന്താ മനസ്സിലായി? എഴുതുക. അടുത്തത് നോട്ട് 4. അല്ലല്ല, പേപ്പർ എഴുതിക്കോ. നോട്ട് 4 വായിച്ചാട്ടെ എഴുതിക്കോ. The opposite sides of any parallelogram ഉണ്ടെന്നില്ല. The opposite sides of any parallelogram are equal. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന ആദ്യത്തെ കാര്യമാണ് ഒരു പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ എങ്ങനെയായിരിക്കും. അടുത്ത വലിയ എഴുതുക. which implies AB equal DC, അടുത്തത് AD equal BC. അപ്പൊ നിങ്ങൾ ഈ പ്രൂഫ് ഒന്നും പഠിച്ചില്ലെങ്കിലും ഇപ്പൊ പറഞ്ഞ പോയിന്റ് പഠിക്കണം. ഒരു പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ എങ്ങനെയാണ്? തുടങ്ങിയപ്പോ പറഞ്ഞു പാരലാണെന്ന്. ഇപ്പോൾ അവരെങ്ങനെയാണ്? അപ്പൊ ഇത് എഴുതിയല്ലോ. ഇനി അടുത്തത് കണ്ടോ, അടുത്ത ബോക്സ് കിടക്കുന്നേ. എ ബി ഈക്വൽ ഡി സി എഴുതിയില്ലോ. എ ഡി ഈക്വൽ ഡി സി എഴുതിയോ? ഇനി അടുത്ത നോട്ട് കണ്ടോ. ദി ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എനി പാരലോഗ്രാം ആർ ഈക്വൽ. കണ്ടോ? എഴുതിയാട്ടെ. അടുത്ത നോട്ട് 5 പറഞ്ഞാട്ടെ. ദി ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എനി പാരലോഗ്രാം ആർ ഈക്വൽ. അപ്പൊ ഈ പടം വെച്ചോണ്ട് എങ്ങനെ പറയും? ഇപ്പൊ പറഞ്ഞ കാര്യം ഈ പടം വെച്ചോണ്ട് എങ്ങനെ പറയും? ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണ്. ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണ്. ആംഗിൾ ബിയും ആംഗിൾ ഡിയും എങ്ങനെയാണ്? എഴുതുക. അടുത്ത വരിയില് നോട്ട് എഴുതിയാതോ? എന്താ നോട്ട് എഴുതിയത്? ദി ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ്
എനി പാരലോഗ്രാം ആർ ഈക്വൽ ഇല്ലയോ ഇല്ലയോ നോട്ടിന് താഴോട്ട് വിച്ച് ഇംപ്ലൈസ് ആംഗിൾ എ ഈക്വൽ ആംഗിൾ സി ആംഗിൾ ബി ഈക്വൽ ആംഗിൾ അപ്പൊ ഈ രണ്ട് കാര്യമാണ് നിങ്ങൾ പഠിക്കണം. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു നോക്കിക്കേ, എന്തുമായിരുന്നു പാരലോഗ്രാം? എങ്ങനെയാണ് പാരലോഗ്രാം ഉണ്ടായത്? ടു പെയർ ഓഫ് പാരലൽ ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ടാമത് നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തുമായിരുന്നു? പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ എങ്ങനെയാണ്? അല്ല, ആദ്യം പറഞ്ഞത് പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ എങ്ങനെയാണ്? പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ എങ്ങനെയാണ്? എന്നാൽ ഈ പ്രൂഫ് ഒക്കെ എഴുതി ലാസ്റ്റ് വന്നപ്പോ രണ്ട് പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ? ഒന്ന്, പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ പാരലൽ മാത്രമല്ല, അവർ ഈക്വലും കൂടിയാണ്. ഈ എ ബിയും ഈ ഡി സിയും എങ്ങനെയാണ്? ഈക്വലാണ്. ഈ എ ഡിയും ഈ ബി സിയും എങ്ങനെയാണ്? ഈക്വൽ. ഇനി ഓപ്പോസിറ്റ് സൈഡുകൾ മാത്രമല്ല ഈക്വൽ, ഓപ്പോസിറ്റ് ആംഗിൾസും എങ്ങനെയായിരിക്കും? അതായത് ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണ്, ആംഗിൾ ബിയും ആംഗിൾ ഡിയും എങ്ങനെയാണ്? ഈക്വൽ ആണ്. ഓൾ സ്റ്റാൻഡേർഡ് പത്രം വായിച്ചു നോക്കി.